2100 കോടിയുടെ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റേസ് ചെയ്ത് 21 കോടി ഫീസ് ഇത് ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു? 9.5% ഇൻട്രസ്റ്റ് റേറ്റിൽ പുറത്തുനിന്ന് ഒരു മസാല ബോണ്ട് റേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടുന്ന് റേസ് ചെയ്തില്ല? അതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇവിടെ ആയിരുന്നു കമ്മി. ഇതെല്ലാം ചോദിക്കണം, ഇതെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം വഴി ചോദിക്കണം. ഇതിൽ എനിക്ക് ഉറപ്പുണ്ട് ശബരിമല കൊള്ള പോലെ തന്നെ ആദ്യം മുഖ്യമന്ത്രി എന്താ പറഞ്ഞു? ശബരിമല കൊള്ള പുറത്തു വന്നപ്പോൾ ഇതൊരു വീഴ്ചയാണ്, ഇത് ചെറിയൊരു നിസ്സാര വീഴ്ചയാണ്. 4.5 കിലോ സ്വർണം ഒരു പുണ്യ ശബരിമല അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യുമ്പോൾ LDF ഇതിനെ കാണുന്നത് ഒരു വീഴ്ചയായിട്ടാണ് കണ്ടത്. അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു? അന്ന് SIT പോലീസാണ്, പോലീസ് ആരുടെ കീഴാണ് വരുന്നത്? ഹോം മിനിസ്റ്ററിന്റെ കീഴ്. അതൊരു സിഗ്നലായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇന്നും പറഞ്ഞു, അതൊന്നും ഞങ്ങൾ സ്ലിപ്പപ്പായിട്ട് കവറപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതിനു വേണ്ടി എന്തു വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ശബരിമലനെ സംരക്ഷിക്കാനും വിശ്വാസികളുടെ ഈ ദ്രോഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ബ്ലോക്കും ഡിഫീറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ LDFും UDFും മാറി മാറി ഭരിച്ചു. ഇപ്പോൾ അവർ ഒരു കോമ്പറ്റീഷനിലാണ്, ആരാണ് കൂടുതൽ അഴിമതി ചെയ്യാൻ കഴിവും താല്പര്യമുള്ള പാർട്ടി. ഇതിൽ ആർക്ക് ഗോൾഡ് മെഡൽ കിട്ടും, ആർക്ക് സിൽവർ മെഡൽ കിട്ടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 കൊല്ലം ചെയ്ത വികസനവും അഴിമതി രഹിത ഭരണവും അത് തുടരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അത് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാ വീട്ടിലും പോയി പറയും. അതിൻ്റെ അപ്പുറം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത പാലക്കാടിൻ്റെ ഒരു മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്, ഭരിക്കാൻ ഒരു അവസരം കൂടി കിട്ടിയാൽ ആദ്യത്തെ 45 ദിവസം ഞങ്ങളൊരു 5 കൊല്ലത്തിൻ്റെ ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിജിന്റെ ഗവൺമെന്റിന്റെ ഒപ്പം ഇരുന്നൊരു നെക്സ്റ്റ് 5 ഇയേഴ്സിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും. ഇതുവരെ നടന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോൺ കോഓപ്പറേഷൻ കാരണം എത്രയോ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ ഉറപ്പ് തരുന്നു, 100% സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. കുടിവെള്ളം മുതൽ PM ആവാസ് യോജന, PM ആയുഷ്മാൻ 70 വയസ്സ് ഫ്രീ ഇൻഷുറൻസ് സ്കീം മുതൽ PM കിസാൻ, എല്ലാ സ്കീം 100% സ്കീം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഡിജിറ്റൽ ഭരണം, ഡിജിറ്റൽ ഗവർണൻസ് ഇവിടെ കൊണ്ടുവരും. വീട്ടുപടിക്കൽ ഭരണം ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. എല്ലാ ലോക്കൽ ബോഡി BJP എല്ലാ ലോക്കൽ ബോഡിയും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ചെയ്യാൻ പോകുന്ന കാര്യമാണിത്. എല്ലാ കൊല്ലം ഒരു റിപ്പോർട്ട് കാർഡ്, വികസന റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ബഡ്ജറ്റിന്റെ സമയത്ത് ഓരോരോ രൂപ, ഓരോരോ നയാ പൈസേന്റെ കണക്ക് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും. ഇത് ഒരു പുതിയ ഭരണശൈലിയാണെന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നു. വാഗ്ദാനം കൊടുത്ത് ഓടുന്ന UDFും LDFും അല്ല. ഇവിടെ 5 കൊല്ലം നന്നായി പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് BJP NDA. അത് ഞങ്ങൾ തുടരാൻ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് അഭ്യർത്ഥിക്കുന്നു.